അനശ്വരയിലേക്ക് വരികയാണെങ്കിൽ ഒരു കഥാപാത്രത്തിന്റെ ചില സെലക്ഷനുകളെ പറ്റിയിട്ട് നമ്മളെപ്പോഴും ഈ സിനിമാ നിരൂപകരടക്കം സംസാരിച്ച് കേൾക്കുന്ന കാര്യമാണ് അനശ്വര എന്ന പേരും അനശ്വരയുടെ സിനിമാ സെലക്ഷൻ. ഇപ്പോൾ രേഖാചിത്രം എന്ന സിനിമയാണെങ്കിലും ശരി, നീരെന്ന സിനിമയാണെങ്കിലും ശരി, എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള കുറേ കഥാപാത്രങ്ങളെ ഒരേ രീതിയിൽ, ഒരേ ശരീരത്തിൽ, ഒരേ മനസ്സിൽ കൊണ്ടുവരിക, അത് വളരെ വ്യത്യസ്തമായി പെർഫോം ചെയ്യുക. അല്ലെങ്കിൽ അപ്പോൾ ഈ ഒരു സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണ്? അതായത് എന്താ പറയുക, ഭംഗിവാക്കായി പറയുകയല്ല, തൊട്ടതെല്ലാം പൊന്നായി തുടങ്ങുന്നുണ്ട്. അത് ഒരു വളരെ വലിയൊരു ഗുഡ് സൈൻ തന്നെയാണ്. സോ എന്താണ് ഈ സെലക്ഷൻ പ്രോസസ്സ്? നല്ല സിനിമയുടെ നല്ല ഭാഗമാവുക എന്ന് വിചാരിക്കും. നല്ല ക്രൂ, നല്ല ഡയറക്ടറോടൊരു പടം. എനിക്കങ്ങനെ ഒരു ആദ്യം തൊട്ട് അവസാനം വരെ വേണ്ടുന്നൊരു ക്യാരക്ടർ അങ്ങനെ ഞാൻ നോക്കുന്നില്ല. എനിക്ക് എന്താ പറയുക, അതിനകത്തൊരു ആ കഥയിൽ ഒരു നല്ലൊരു കഥാപാത്രം കിട്ടിയ എന്നെ കഴിയുന്ന രീതിയിൽ ഞാൻ ബെസ്റ്റാക്കാൻ നോക്കുകയുള്ളൂ. എനിക്കത് നല്ലൊരു കാസ്റ്റ് ആൻഡ് ക്രൂവിൻ്റെ പടം വന്നാൽ എനിക്ക് ഹാപ്പി. പിന്നെ ഞാൻ എക്സൈറ്റഡ് ആണ് ആ സിനിമകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒരു നടിയായിരിക്കുക, ഇപ്പോൾ ഞാൻ പറയുന്നുണ്ടല്ലോ, ഈ നമ്മൾ സിനിമകൾ കണ്ടുകൊണ്ടേയിരിക്കുന്നുണ്ട് എല്ലാവരും. അപ്പോൾ ഒരു ആക്ട്രസ്സായി നിൽക്കുക, ഒരു ആക്ടറായി നിൽക്കുക എന്നുള്ളത് നമുക്കൊരു പോളിഷിങ് എപ്പോഴും ആവശ്യമാണല്ലോ. നമ്മളെ തന്നെ നിരന്തരം നവീകരിക്കുക, പുതുക്കുക, അങ്ങനത്തെ ഒരു പ്രോസസ്സിങ്ങിലൂടെയാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും അതിനായിട്ടൊക്കെ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ പരിപാടി ചെയ്യാറുണ്ടോ? അങ്ങനെയായിട്ട് കുറച്ച് സിനിമകൾ കാണും, നല്ല സിനിമകൾ കാണും. പിന്നെ മെയിൻലി ഡയറക്ടറുടെ കോളാണ്. നമ്മൾ ഒരു ക്യാരക്ടർ വരുന്ന സമയത്ത് അവരുടെ വിഷൻ എങ്ങനെയാണോ അതിന് നമ്മളുടെ രീതിയിൽ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അവരുടെ അടുത്ത് ചോദിക്കുക, അവർ ആ ക്യാരക്ടറിനെ പറ്റി പറഞ്ഞിരുന്ന കാര്യങ്ങൾ കേട്ട് അതിനനുസരിച്ച് ചെയ്യുക. അങ്ങനെ ഞാൻ മെയിൻലി നോക്കാറുള്ളൂ. പിന്നെ ഗ്രാജുവലി ഇറ്റ് ഹാപ്പൻസ്. ആ ഒരു പോളിഷിങ് നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടും അല്ലാതെയും നമ്മളിൽ തന്നെ സംഭവിക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്യുമ്പോൾ അങ്ങനെയാണല്ലോ, ഇറ്റ് ഹാപ്പൻസ് വിത്ത് ദ ഫ്ലോ.